ഇതേപോലൊരു ടിന്നെടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ വെള്ളത്തിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഹാർപ്പിക്കും അതേപോലെ ബേക്കിംഗ് പൗഡറുമാണ്. അപ്പം ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം പറഞ്ഞ കണക്ക് ഇതിൻ്റെയൊക്കെ അളവ് കുറയാൻ പാടില്ല, കൂടിയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് അര സ്പൂൺ അളവിൽ നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അര സ്പൂൺ അളവിൽ നമുക്ക് ഹാർപ്പിക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി വരട്ടെ. പിന്നെ നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളത് കോടാലിത്തേലമാണ് കേട്ടോ. അപ്പോൾ കോടാലിത്തേലം കുറച്ച് മാത്രം മതി, ഒരു 3-4 തുള്ളി. കോടാലിത്തേലത്തിൻ്റെ ഒരു സ്മെല്ല് നമുക്കറിയാമല്ലോ, ഭയങ്കര ഒരു സ്മെല്ലാണ്. പല്ലിക്കും ചിലന്തിക്കും ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചിലന്തി മാറാലയൊക്കെ അടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതേപോലെ ഹാർപ്പിക്കും ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെയും നമ്മൾ സിങ്കും വാഷ് ബേസിനിലും അതേപോലെ നമ്മുടെ ബാത്റൂമിലെ ഹോളിലും ഒക്കെ ഒഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തുനിന്ന് വരുന്ന പഴുതാര, എട്ടുകാലി, പുഴു, ഉറുമ്പ്, ഇതെല്ലാം നമുക്ക് പോയി കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ സിങ്കും അതേപോലെ തന്നെ വാഷ് ബേസിനൊക്കെ ബ്ലോക്ക് മാറി കിട്ടും. കാരണം അതിനകത്ത് നമ്മൾ ഹാർപ്പിക്കും സോഡാപ്പൊടിയും കൂടെ ചേർത്തിരിക്കുകയല്ലേ. സോഡാപ്പൊടിയാണേലും ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡറാണ് ഇട്ടത്. സോഡാപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല, ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവർക്ക് അത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ബ്ലോക്കൊക്കെ മാറിക്കിട്ടും. പിന്നെ അതിനകത്തുനിന്ന് വരുന്ന പല്ലിശല്യവും അതേപോലെ തന്നെ എല്ലാം നമ്മുടെ കർട്ടൻ്റെ ഇടയിലൊക്കെയുള്ള പല്ലിശല്യം, ചിലന്തി ശല്യം എല്ലാം മാറിക്കിട്ടും കേട്ടോ. ഈ ഒരു സ്പ്രേ നമ്മളൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇതേപോലെ കൊണ്ട് സിങ്കിനകത്തൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ സിങ്കിനകത്ത് നിന്ന് വരുന്ന ചെറിയ ഉറുമ്പ് പ്രാണികളെല്ലാം പോയി കിട്ടും. അപ്പോൾ നല്ലൊരു സൊല്യൂഷനാണിത്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതേപോലെ നമുക്ക് വാഷ് ബേസിനിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇതിനകത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. പിന്നെ നമ്മളെ ബാത്റൂമിൽ ഇതുകൊണ്ട് ബാത്റൂമിൽ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ നമ്മുടെ കിച്ചണിലൊക്കെ നമുക്ക് ആ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം എന്തെങ്കിലുമൊക്കെ ഇഴഞ്ഞ് വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്മെല്ല് ഭയങ്കര ഒരു സ്മെല്ലാണ്. കൊടാലിത്തലവും അതേപോലെ ബേക്കിംഗ് പൗഡറും അതേപോലെ വിനാഗിരിയും പിന്നെ ഹാർപ്പിക്കും ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഭയങ്കര ഒരു സ്മെല്ലാണ്. അതുപോലെ ബാത്റൂമിൽ അതുകൊണ്ട് ഹോളിലൊക്കെ ഒഴിച്ചു കൊടുക്കുക.